ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ ആന്റണി വിശേഷം? അച്ഛനോട് ഒരു പരാതി പറയാൻ വന്ന അച്ഛൻ. തേങ്ങാ വർഗീസിന്റെ കാര്യം ഒരു പ്രശ്നമാണ്. എൻ്റെ വീട്ടിൻ്റെ വടക്കേതില്ല അവൻ്റെ വീട്. അതെനിക്കറിയാമല്ലോ. ഇപ്പോഴെന്താ പ്രശ്നം? അവൻ വെള്ളം അടിച്ചോണ്ട് വന്ന് എന്നും പ്രശ്നമാണ് അച്ഛൻ. പോലീസിൽ പരാതി കൊടുക്കാമെന്ന് വെച്ചാൽ അച്ഛന് തന്നെയാണ് ജോലി. അച്ഛൻ അവനെ വിളിച്ചൊന്ന് ഉപദേശിക്കണം, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു. അതൊന്നും വേണ്ട. അവനൊരു പിന്നെ മദ്യം തലക്കി എന്നാൽ പിന്നെ അവൻ എന്നും രാത്രി മദ്യപിച്ചോണ്ട് വന്ന് ഭാര്യയായിട്ട് വഴക്കുണ്ടാക്കും. ഇത് കണ്ട് പിള്ളേരെല്ലാം ബഹളമാണ്. അയൽക്കാർക്കും ഒരു സ്വസ്ഥത. അവൻ്റെ ഭാര്യ മറിയും എന്നോട് വന്ന് കാര്യങ്ങൾ മാത്രമല്ല അച്ഛാ, അവൻ്റെ ഭാര്യയെ മറിയെ എന്നെയും ചേർത്ത് അനാവശ്യ കഥകൾ പറഞ്ഞുണ്ടാക്കുന്നു. ആന്റണി, എന്തായാലും പരിഹാരം ഉണ്ടാക്കാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങോട്ട് വർഗീസിനോട് ഇങ്ങോട്ട് വരാൻ ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ. എടാ വർഗീസേ, നിന്നെ ബോധത്തോടൊന്ന് കാണാൻ പറ്റത്തില്ലല്ലോ. എപ്പോ നോക്കിയാലും നീ ഇങ്ങനെ പാമ്പായിട്ട് നടക്കുക. അതെന്റെ കുഴപ്പം കൊണ്ടല്ലേ. ഞാനേ ജനിച്ച സ്ഥലത്തിന്റെ കുഴപ്പമാണ്. ഞാൻ ജനിച്ചതേ നാഗമ്പടത്ത. എൻ്റെ അമ്മയെ പാമ്പാടിക്കാർ. പിന്നെ എങ്ങനെ ഞാൻ പാമ്പാവാതെ? നീ ഇപ്പം മദ്യം ചോറിനകത്ത് ഒഴിച്ച് കഴിക്കുകയാണെന്നാണല്ലോ നിന്റെ ഭാര്യ പറഞ്ഞേക്കുന്നത്. ഉള്ളതാണ് ചോ. അത് ഡോക്ടർ പറഞ്ഞിട്ടാ. ഡോക്ടർ പറഞ്ഞിട്ടോ? ഡോക്ടർ എന്തുവാടാ പറഞ്ഞത്? മദ്യം ഒഴിച്ച് എന്ത് വേണമെങ്കിലും കഴിച്ചോളാന്ന് പറഞ്ഞു. സത്യം, അച്ഛനാണ് സത്യം. എടാ, നിനക്കേ അപ്പോഴും മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അച്ഛൻ പറഞ്ഞ ഞാൻ വേണമെങ്കിൽ എന്റെ കിച്ച് വരെ മാറ്റി വയ്ക്കും. പക്ഷെ മദ്യപാനം നിർത്താൻ പറഞ്ഞ അതാ പോയിട്ട് ബുദ്ധിമുട്ടാണ്. നീ നന്നാവത്തില്ലടാ. നീ ഒരു നല്ല കൃഷിക്കാരനായിരുന്നല്ലോ. ഇപ്പൊ എന്താ ആ പണി ചെയ്യാത്ത? അച്ഛനല്ലേ എപ്പോഴും പറയാറുള്ളത്, വിതച്ചതേ കൊയ്യൂ, വിതച്ചതേ കൊയ്യൂ. ഈ വിതച്ചത് മാത്രം കൊയ്തത് കൊണ്ട് എന്ത് വെച്ചാൽ പ്രയോജനം? അതിപ്പേതാ പോലെ. നിനക്ക് എന്തിനു മറുപടി ഉണ്ടല്ലോ. അച്ഛനല്ലേ വെച്ചാൽ എപ്പോഴും പറയുന്നത് ഈ ശത്രുവിനെ സ്നേഹിച്ച് കീഴ്പ്പെടുത്തണമെന്ന്. ഈ ശത്രുവായ മദ്യത്തെ ഞാൻ സ്നേഹിച്ച് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അച്ഛൻ. നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണോ? നിന്റെ അയൽക്കാർക്കെല്ലാം നിന്നെ കുറിച്ച് എപ്പോഴും പരാതിയാണല്ലോടാ. നീ ഈ അയൽക്കാരുമായിട്ട് വഴക്കടിക്കുന്ന നിന്റെ ഈ സ്വഭാവം ഉണ്ടല്ലോ, അതങ്ങ് മാറ്റിയേക്കണം. നിനക്കെല്ലാം അറിയാവുന്ന ആളാണല്ലോടാ. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നല്ലേടാ കർത്താവ് നിന്നോട് പറഞ്ഞിട്ടുള്ളത്. എന്റെ ഭാര്യ മറിയേ അത് അക്ഷരം പതി അനുസരിച്ചുകൊണ്ടിരിക്കുകയാണ് അച്ഛൻ. എങ്ങനെ? അവളെ ഇപ്പോഴും ആ അയൽക്കാരനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ആ എന്റെ അയൽക്കാരനെ ആന്റണി ഇല്ലയോ, അവരുമായിട്ട് അവൾക്കിപ്പോ സ്നേഹം വച്ചോ. നീ ഇതെന്തുവാ പറയുന്നേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരെ സ്നേഹിക്കണമെന്ന് കർത്താവ് മനഃപൂർവ്വം പറയാത്തതാണ് അച്ചോ. ബാക്കിയുള്ളവന്റെ മനസ്സമാനം കെടുത്താൻ വേണ്ടി അച്ചോ മനഃപൂർവ്വം. നീ ഇങ്ങനെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്തോണ്ട് നിനക്ക് സ്വർഗരാജ്യത്ത് പോകാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാൻ സ്വർഗരാജ്യത്ത് പോകും. നീ നരകത്തിലെ ഭാഷ അങ്ങ് പഠിക്കുന്നതാണ് നല്ലത്. നീ അങ്ങോട്ടേ. ഞാനിപ്പോ നരകത്തിലൊന്നും പോകത്തില്ല. അഥവാ പോയാൽ തന്നെ നരകത്തിന്റെ ഭാഷ എനിക്ക് പഠിക്കേണ്ട കാര്യമില്ല. ഞാൻ ചെല്ലുമ്പോ അച്ഛൻ ഇവിടെ കാണുമല്ലോ, അച്ഛനെ പഠിപ്പിച്ച.